ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളെ ഇന്നത്തെ വ്ളോഗ് എന്തൊക്കെയാ? ഇന്ന് നമുക്കൊരു നോമ്പ് തുറക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ന് നമ്മളെ ഫെബിൻ്റെയോടെയും സഫാൻ്റെയോടെയും നോമ്പ് തുറ ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെ രണ്ടാമത്തെ നോമ്പ് തുറയാണ്. ഫസ്റ്റത്തെ നോമ്പ് തുറ ബാബുവിൻ്റെ കൂടെ. ഇന്നത്തെ നോമ്പ് തുറ നമുക്ക് ഓലോടെയാണ്. അപ്പോൾ സൽക്കാരം ഇപ്പോൾ റമദാൻ മാസം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ സൽക്കാരമായിട്ട് ഇപ്പോൾ ആരും നമ്മളെ വിളിക്കണില്ല. നമ്മളെ നോമ്പ് തുറക്കാണ്. ഇനി അങ്ങോട്ട് ബുക്കിടാണ് നമുക്ക് നോമ്പ് തുറ. ഒരാഴ്ച ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നോമ്പ് വന്ന്. അപ്പൊ പിന്നെ സൽക്കാരം സത്യം പറഞ്ഞാല് കുറച്ചുണ്ടായിട്ടുള്ളൂ. പിന്നെ കൊറേ പേര് കമന്റിൽ ചോദിക്കുന്നുണ്ട്, പാത്തൂന് അൻഷി എങ്ങോട്ട് കൊണ്ടേയില്ലേ ഹണിമൂണ് പോണില്ലേ എന്നൊക്കെ. നമ്മള് കഴിഞ്ഞ് ഒരാഴ്ച ഗ്യാപ്പ് ഇട്ടിട്ടുള്ളൂ. ഈ ഒരാഴ്ച ഗ്യാപ്പിന്റെ ഉള്ളിൽ ഹണിമൂണ്, സൽക്കാരം ഇതൊക്കെ പാടെ മാനേജ് ചെയ്യാൻ കഴിയൂല. പിന്നെ പെട്ടെന്ന് നോമ്പ് അതാ പറഞ്ഞു, ഒരാഴ്ചന്റെ ഉള്ളിൽ നോമ്പ് വന്നില്ലേ. അതെ, റമദാൻ മാസം നമുക്ക് എങ്ങോട്ട് പോകാനും പറ്റായില്ല. പിന്നെ നമ്മൾ നോമ്പല്ലേ, അതിന്റെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതെ, അപ്പൊ നമ്മള് നോമ്പ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ പോവാൻ നിക്കാണ്. ബാബുനെയും ദിലുവിനെയും വെയിറ്റ് ചെയ്ത് നിക്കാണ്. അപ്പൊ ഹണിമൂണൊക്കെ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. നോമ്പൊക്കെ ഒന്ന് കഴിയട്ടെ. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് വളരെ കുറച്ചായിട്ടുള്ളൂ. ഒരു മാസം തികച്ചായിട്ടില്ല, ആവണുള്ളൂ. മൂന്നാമത്തെ ആഴ്ച തോന്നുന്നുണ്ട് ഇത്. പിന്നെ ഇനിയുണ്ട് കുറച്ച് നോമ്പ് പോവാന്. 4-5 നോമ്പല്ലേ ആയിട്ടുള്ളൂ, 6 നോമ്പറ്റേ ആയിട്ടുള്ളൂ. ഇനിയും നമുക്ക് ഒരു മാസം ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വളരെ സ്ലോ ആയിട്ടൊക്കെ പ്ലാൻ ചെയ്യും. ഹണിമൂണൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും നോമ്പ് തുറക്ക് പോയിട്ട് വരാം. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ പോവുകയാണ്. ആദ്യം നമ്മൾ ബൈക്ക് പോകാൻ വിചാരിച്ചു, പിന്നെ വിചാരിച്ചു നമുക്ക് കാർ തന്നെ പോവാന്ന്. തളേ കൊഞ്ചല്ല പെണ്ണെ. അത് സ്നേഹമായില്ലേ കൊഞ്ചല്ല പെണ്ണെ, തുള്ളി കാണിക്കല്ല പെണ്ണെ, മുതല്ല പെണ്ണെ. പൈനാപ്പിൾ പോലും വാങ്ങിയാണ്. ഷമാമ വാങ്ങിക്കൊടുക്കാം. സപ്പോർട്ടൊന്നും വേണ്ട. സപ്പൂട്ടന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വണ്ടി ദിലുവോ, ഇതെടുക്ക്, കവറെടുക്ക്. പിന്നെ അങ്ങോട്ട് ഇറങ്ങിയറണ്ടേ. അറിയില്ലല്ലേ. എല്ലാവർക്കും വിചാരം എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല. കണ്ടോളി, കട്ലേറ്റ് ഉണ്ടാക്കുന്നു. സമൂസ. പക്ഷെ ഇതിലുള്ള കോമഡി എന്താ വെച്ചാൽ ഇതൊക്കെ റെഡിമെയ്ഡ് വാങ്ങിപ്പോൾ പൊരിച്ചു. ബാബുവാ ജല പറഞ്ഞ ഹബിക്ക് തിന്നാണ്ടാക്കറിയില്ല. കാണണം. വേണോ പാത്രം മാറണേ? സോ ഗൈസ്, നമ്മൾ ഫെബിന്റെ വീട്ടിലെത്തി. ഓളിങ്ങനെ ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കാം കേട്ടോ. എന്താ അപ്പം നമുക്ക് നോമ്പറക്കുമ്പൊക്കെ കാണാം. അപ്പം ഇനി നോമ്പറക്കണേ കാണാം. ഓക്കെ, കുട്ടി കൂക്ക
മുണ്ടൂല മുണ്ടൂല അക്കുവാണോ നോമ്പ് അങ്ങ് കറാമാണ് ഇത് തോട് കളഞ്ഞടാ പറ്റി വലിയ ധാരണ ഇല്ലാത്ത ഒരാളാണ് ബത്തക്ക മുറിക്കാൻ പോണത്. ദിൽഷാൻക്ക് ആ ഫാ രസമുള്ളൂല്ലേ. അൻസിനും സപ്പോട്ടനും പേടിപ്പിച്ചു. ചോറ് കൂട്ടാനുണ്ടാക്കിയ പോലെയാ സാമ്പാർ ചോറാണ് മിച്ചം. സാമ്പാർ ചോറാണേ. ബാക്കാ പോവാ പുറത്ത് തിന്ന സാമ്പാർ ചോറ് എനിക്ക് പറ്റൂലേ. പറ്റില്ല. കഷ്ടപ്പെട്ട് നോമ്പെടുത്തിട്ട് സാമ്പാറും ചോറാണെന്നൊക്കെയാണ് പറയണത്. എന്താ ഓ വൈബ്സോ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായല്ലേ. വേണ്ടട്ടോ. ആ റമളാൻ മാസം സുണ്ടടാണ് എനിക്ക് സുണ്ടരി. തനിക്ക് നാണമുണ്ടോടോ? എന്തൊക്കെ എന്താ കുട്ടികളെ വഴി തെറ്റിക്കാൻ വേണ്ടി ഒരാളിയൻ എന്റെ മിൽക്കി വേടൊക്കെ അതെടുക്കുന്നത്. അന്നെ പറ്റണില്ലക്ക. സപ്പൂട്ട പൊളിക്കോ പൊളിക്കോ? ഇതെന്താ മാരത്തോണോ? ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിൾ ആൻഡ് മിനിമൽ ആയിട്ടുള്ള നോമ്പ് തുറ. ആ ചേട്ടാ ആട്ടല്ല ക്ലാസ് ഇവിടെ വെച്ചെടുത്താണ് ഈ ഇന്ത്യ. ഇവന്റെ പണി ഫസ്റ്റ് നോമ്പർക്ക് കേട്ടാ സത്യം. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് നോമ്പല്ലേ നോമ്പില്ലാത്തോണ്ട് വ്ലോഗ് മധുരമൊക്കെയാണ്. ഒരു ഫുഡ് നല്ല അടിപൊളി ബിരിയാണി നമ്മൾ നോമ്പർപ്പിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാരും കൊയങ്ങി ഫുഡൊക്കെ കഴിച്ചു കൊയങ്ങി മരിച്ചു ചത്ത് ആകായിപ്പോയി. നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ കഴിഞ്ഞോളെ വായിട്ടില്ലമ്മോ. ഈ പണി അങ്ങനെ നമ്മൾ നേരെ എത്തിയത് കൊളായിലാണ് കേട്ടോ. ഉപ്പാക്ക് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഉപ്പാനെ കൊടുത്തിട്ടില്ല. ഉപ്പാനെ വീട്ടിലിറക്കി കൊടുത്തിട്ട് നമ്മൾ കൊളായിക്ക് പോന്നു.
കൊളായിക്കല്ല സോറി, എന്താ പാണക്കാട് ചാമക്കയല്ലേ അവിടേക്ക് പോന്നു. അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഉപ്പിലിട്ടൊക്കെ കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ടോ. ഇവരിപ്പോൾ തിന്നുകൊണ്ട് നിൽക്കുന്ന അലീസാണ് കേട്ടോ, ചിക്കൻ്റെ അലീസും മട്ടൻ്റെ അലീസും. അങ്ങനെ ഏറ്റവും ചെറിയ ഫ്ലോയില് 2-2.5 മണിക്കൂർ അതിലിട്ട് വേവും. ഗോതമ്പ് ചിക്കനും കൂടി നെയ്യും കാര്യങ്ങളൊക്കെ അങ്ങനെയല്ല, ആദ്യം ഇവിടെ നല്ലോണം മിക്സ് ആക്കും. കയ്യിന്റെ ആക്ഷൻ ആ മിക്സ് ആക്കി ഇതേപോലെ എല്ലാം മിക്സ് ആക്കും. ഇങ്ങനെ മിക്സ് ആക്കും. മിക്സ് ആക്കിയിട്ട് എല്ലാം മിക്സ് ആക്കിയിട്ട് കഴിഞ്ഞു ഉണ്ടാക്കൽ കഴിഞ്ഞു. നെയ്യ് വരും. എന്താണ് അറബികളെ മെയിൻ ഫുഡ്.